എന്റെ ഈ പണി കഴിഞ്ഞാൽ എന്റെ റൂമിലോട്ടൊന്ന് വരണം. എന്റെ റൂമൊന്ന് ക്ലീൻ ചെയ്യണം. ബാത്റൂം വൃത്തിയില്ലാതെ കിടക്കുക. അതൊന്ന് കഴുകി വൃത്തിയാക്കണം. ഇനി മുതൽ എന്നും. പറ്റില്ല. എന്നോടാണോ നീ പറ്റില്ലെന്ന് പറഞ്ഞത്? അതെ. അതെന്താണ് നിനക്ക് പറ്റാത്തത്? അതിനല്ലേ നിന്നെയൊക്കെ ഇവിടെ നിർത്തിയിരിക്കുന്നത്? അതെ, അതിനുവേണ്ടി തന്നെയാ നിർത്തിയിരിക്കുന്നത്. പക്ഷേ ഇപ്പൊ പറഞ്ഞ പണി ഈ ചിന്നു ചെയ്യില്ല. ഇങ്ങനെ വന്ന് ഓർഡർ ഇട്ടിട്ട് പോവാൻ ശമ്പളം തരുന്നത് ഇവിടുന്നല്ല. ഈ വീട്ടിലെ സകലമാന ജോലികൾ ചെയ്താലും നിങ്ങളുടെ ഒരു കാര്യവും ഞാൻ ചെയ്തു തരില്ല. പെമ്പിള്ളേരായ ഇങ്ങനെ വേണം. സ്വന്തമായിട്ടങ്ങ് ചെയ്തോളൂ ഇതൊക്കെ. താൻ ഇതുപോലെ ബോൾഡായിട്ട് നിന്ന ഒരു പ്രശ്നം ഉണ്ടാവില്ല. അല്ലാതെ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞ അപ്പൊ തന്നെ കണ്ണു നിറയുന്ന ഒരു നായികയല്ല ഞാൻ തന്നെ നിന്നും പ്രതീക്ഷിക്കുന്നത്. ഏത് പ്രതിസന്ധിയിലും തളരാതെ പതറാതെ മുന്നോട്ട് പോകുന്നവളാണ് യഥാർത്ഥ നായിക. ഞാൻ പണ്ടെന്നോ വായിച്ച പുസ്തകത്തിലെ വരികളാണ് എനിക്കിപ്പോ ഓർമ്മ വരുന്നത്. കാറ്റിലുലയാത്ത വിളക്ക്, കടലിൽ മുങ്ങാത്ത തോണി, അതാവണം പെൺകരുത്ത്. അവൾ പതറില്ല, തളരില്ല. കാരണം അവൾ പ്രകൃതിയാണ്. താൻ ഏത് പുസ്തകത്തിലാ ഇത് വായിച്ചത്? അതോർമ്മയില്ല. പക്ഷെ ഈ ഒരു സാഹചര്യത്തിന് പറ്റിയ വരികളല്ലേ ഇത്? ഞാൻ തന്നോടൊരു കാര്യം പറയാം. തന്റെ ഈ ഓട്ടോഗ്രാഫ് മര്യാദക്കെടുത്ത് കളഞ്ഞോണം. അയാളുടെ ഒരു കാറ്റിലുലയാത്ത വിളക്കും കടലിൽ മുക്കാത്ത തോണിയും. അങ്ങനെ അധികം തുണികളൊന്നും അന്നുണ്ടായിരുന്നില്ല. ഓണത്തിനോ ഉത്സവത്തിനോ അച്ഛനും അമ്മയൊക്കെ വാങ്ങിക്കൊടുക്കുന്ന തുണികളെ അന്നുണ്ടായിരുന്നുള്ളൂ. എന്താ മാഡം അത് മറന്നുപോയോ? ചന്ദ്രാമ്മ എന്താ ഇങ്ങനെ നോക്കുന്ന? ഇതൊക്കെ എനിക്കെങ്ങനെ അറിയാന്നാണോ? ഈ നിൽക്കുന്ന മാടൻ തന്നെ പറഞ്ഞതാ എന്നോട് വിവാഹത്തിനെ മുമ്പ് ഇവിടെ വന്നപ്പോ. ഇപ്പോ അതൊക്കെ മാടൻ മറന്നുപോയെന്ന് തോന്നുന്നു. പക്ഷേ ഞാൻ മറന്നിട്ടില്ല, മറക്കേയില്ല. അങ്ങനെ മാടൻ മറന്ന പലതും ഇതുപോലെ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഓർമ്മിപ്പിക്കാം. എന്നാ മാടൻ ചെല്ല്. തുണി എടുക്കാൻ തോന്നുമ്പോ ഞാൻ വന്നോളാം. അല്ല, മോള് ഒറ്റക്കാണോ വന്നേ? മഹി വന്നില്ലേ? ഞാൻ വരുന്ന കാര്യം അയാളോട് പറഞ്ഞില്ല. സ്വസ്ഥമായിട്ട് അച്ഛനൊന്ന് കണ്ടിട്ട് പോവാന്ന് കരുതി. എന്താ മോളെ? സത്യം പറഞ്ഞ ഒരു സ്വസ്ഥതയില്ല അച്ഛാ. ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ട് ചേച്ചിയെ കൊണ്ട് തന്നെയാ. എന്തൊക്കെയാ കാണിച്ചു കൂട്ടുന്നെന്ന് ചേച്ചിക്ക് എന്നെ അറിയില്ല. ഇപ്പൊ ഞാനും ഒന്നും വിട്ടുകൊടുക്കുന്നില്ല. ആരെങ്കിലും ഒരു പേടി വേണ്ടേ? ഞാൻ എപ്പോഴും പറയുന്നല്ലേ മോളെ, അവളെ ഇഷ്ടത്തിനങ്ങ് വിട്ടേക്ക്. ഇഷ്ടത്തിന് വിട്ടുകൊടുത്തതാ ഈ കുഴപ്പത്തിനൊക്കെ കാരണം. എന്നോട് കാണിക്കുന്നത് പോട്ടീന്ന് വെക്കാം, അമ്മയോടും അങ്ങനെ തന്നെയാ. ചേച്ചിക്ക് ഇങ്ങനെയൊക്കെ മാറാൻ എങ്ങനെ പറ്റുന്നു എനിക്ക് മനസ്സിലാവാത്ത. ചിലരങ്ങനെയാ മോളെ, പണം കാണുമ്പോ എല്ലാം മറക്കും. അവർക്ക് ഏറ്റവും വലുത് പണം തന്നെയായിരിക്കും. അതിനിടയ്ക്ക് അവർക്ക് ബന്ധമോ സ്വന്തമോ രക്തബന്ധമോ ഒന്നും കാണില്ല. പലപ്പോഴും അവരെല്ലാം മറക്കും. അവരെ അവരുടെ ഇഷ്ടത്തിനങ്ങ് വിടുക. അതിൽ കൂടുതൽ നമുക്കൊന്നും ചെയ്യാനില്ല. അവരുടെ കാര്യോർത്ത് വിഷമിക്കാന്നല്ലാതെ വേറൊരു പ്രയോജനമില്ല. മോളെ, നീ അതൊക്കെ അങ്ങ് മറന്നുകളേ. പ്രസാദം വരുന്ന വഴിക്ക് ശിവന്റെ അമ്പലത്തിലൊന്ന് കയറി. അല്ലെ, ഈ തോട്ടത്തിലൊക്കെ പോയിട്ടേ അപ്പാടെ മണ്ണാ ദേഹത്തൊക്കെ. ഞാൻ പുഴയിൽ പോയി കുളിച്ചിട്ട് വരാം. മോളിവിടെ ഇരിക്കേ.
പുഴയിലൊക്കെ ഒന്ന് ഇറങ്ങിയിട്ട് എത്ര ദിവസമായി? അങ്ങനെയാണെങ്കിൽ നീ വാ, നമുക്ക് ഒരുമിച്ച് പോയിട്ട് വരാം. വാ. നരേന്ദ്ര, വിടാനോ പറഞ്ഞ അവിടെ വിടും. കേറിപ്പോ, പൊയ്ക്കോ. അച്ഛനൊന്നും ചെയ്യല്ലേ? വിട്. മുകളിൽ കേറിപ്പോ. അല്ലേ പറഞ്ഞേ. അച്ഛനെ വീട്. മരണം മുങ്കാങ്കുഴി ഇട്ട് വരും ശിവദാസ.